അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ ബേബീസിന്റെ ഫുഡിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് പേഴ്സണലി വന്ന് ചോദിച്ച കാര്യമാണ്, എങ്ങനെയാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം, എന്തൊക്കെ ഫുഡ് എങ്ങനെയൊക്കെ കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സോളിഡ് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ്. ആദ്യം നമുക്ക് സോളിഡ്സ് കൊടുത്തു തുടങ്ങുന്നതിന്റെ മുന്നേ അമ്മമാര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയാം. അതിൽ ഒന്നാമത്തതാണ് 6 മാസത്തിന് ശേഷം മാത്രം കുട്ടികൾക്ക് സോളിഡ് ഫുഡ്സ് കൊടുത്തു തുടങ്ങുക. അതായത് കുട്ടികൾ ഒരു സപ്പോർട്ടോട് കൂടി ഇരിക്കാൻ പറ്റുന്ന വിധം, അവർക്ക് തല ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ആഫ്റ്റർ 6 മന്ത്സ് കഴിഞ്ഞിട്ട് മാത്രം സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല കുടിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ മെയിൻ ന്യൂട്രീഷൻ എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല ആക്കിയിട്ട് വെക്കുക. അല്ലാതെ നമ്മൾ സോളിഡ്സ് കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് അതൊരിക്കലും നമ്മൾ മെയിൻ ന്യൂട്രീഷൻ ആയിട്ട് കാണാൻ പാടില്ല. അതിൽ മൂന്നാമത്തെ കാര്യമാണ് ബിഗിൻ വിത്ത് സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡ്. അതായത് നമ്മൾ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടുള്ള ഫുഡ് കൊടുത്തു തുടങ്ങുക. അതായത് ആപ്പിൾ പ്യൂരി, ക്യാരറ്റ് പ്യൂരി, അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടുള്ള ഫുഡ് കൊടുത്തിട്ട് തുടങ്ങും. അതിൽ നാലാമത്തെ കാര്യമാണ്, നമ്മൾ ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് 3 ദിവസം ആ സെയിം ഫുഡ് തന്നെ കൊടുക്കുക. അതായത് ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന 3 ദിവസം ക്യാരറ്റ് പ്യൂരി മാത്രം കൊടുക്കുക. അത് നമുക്ക് അലർജിയോ കുട്ടികൾക്ക് ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ആ ഫുഡിൽ ഉണ്ടെങ്കിൽ അറിയാനായിട്ടാണ്. അഞ്ചാമത്തെ കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്ചർ. നമ്മൾ പ്യൂരി ഫോമിലോ സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ഫോമിലോ മാത്രം കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് തുടങ്ങുക. ഗ്രാജുവലി കുട്ടികൾ സ്വാലോ ചെയ്യാനും ഒക്കെ തുടങ്ങുന്ന സമയത്ത് മാത്രം നമ്മൾ ടെക്സ്ചർ മാറ്റി കൂട്ടിയിട്ട് വരാം. ഇനി അടുത്തതായിട്ട് സോളിഡ്സ് കൊടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തതാണ്, നമ്മൾ സോളിഡ്സ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഒരു നേരം മാത്രം സോളിഡ്സ് കൊടുത്തു തുടങ്ങുക. അതായത് മിഡ് മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ആയിട്ട് കൊടുക്കുക. കാരണം മെയിൻ ന്യൂട്രീഷൻ എപ്പോഴും മിൽക്കോ ഫോർമുലോ ആയിരിക്കണം. അടുത്തതായിട്ട് ചെറിയ സോഫ്റ്റ് ടിപ്പുള്ള സ്പൂണ് മാത്രം നമ്മൾ ആദ്യത്തിൽ യൂസ് ചെയ്യും. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി പേഷ്യൻറ്റ്. കുട്ടികളാണ്, അവർ കളിക്കും, ഭക്ഷണത്തിൽ കളിക്കും, മെസ്സ് ഉണ്ടാക്കും. ഒന്നിലും നമ്മൾ അവരെ കൂടുതലായിട്ട് സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് സോളിഡ്സ് കൊടുത്ത് തുടങ്ങുമ്പം ചെയ്യരുതാത്ത കാര്യങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തതാണ്, 1 ഇയറിന്റെ മുന്നേ കുട്ടികൾക്ക് ഒരു കാരണവശാലും ഉപ്പ്, പഞ്ചസാര, ഹണി, കൗ മിൽക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല. പ്യൂരീസ് അല്ലെങ്കിൽ മാഷ്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പം ഉപ്പിടാൻ തോന്നും, പക്ഷെ ഒരിക്കലും അങ്ങനെ ഇട്ടിട്ട് കൊടുക്കാൻ പാടില്ല. അടുത്തായിട്ട്, കുട്ടികൾ ഒരിക്കലും കഴിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യരുത്. ഇത് ഒരിക്കലും അവരുടെ മെയിൻ ന്യൂട്രീഷൻ ആയിട്ട് നമ്മൾ കാണാത്തതുകൊണ്ട് തന്നെ ഈ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. അവരെ ഫോഴ്സ് ചെയ്തിട്ട് കഴിപ്പിക്കാൻ പാടില്ല. മൂന്നാമത്തതായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ തന്നെ കുറേ ഫുഡ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല. അതായത് ഫുഡ് നമുക്ക് അനലൈസ് ചെയ്യാനും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കാനും നമ്മൾ ടൈം കൊടുത്തിട്ട് അങ്ങനെ വേണം കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അടുത്ത് നോക്കുകയാണെങ്കിൽ, ചെറിയ കുട്ടി